അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കൂ, ഒരു രാത്രി വലിയൊരു യാത്ര കഴിഞ്ഞ് അള്ളാന്റെ റസൂൽ വീട്ടിലേക്ക് മടങ്ങി വരിക. വിശപ്പ് കൊണ്ട് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിനോട് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും കഴിക്കാമോ? ആകെ ആ വീട്ടിലുള്ള ഉണങ്ങിയ ഗോതമ്പെടുത്ത് ആയിഷ ബീവി പുഴുങ്ങി വെക്കും. അള്ളാന്റെ റസൂൽ ആ ഗോതമ്പിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. അതിന്റെ ചവർപ്പും കയ്പും കാരണം റസൂലുള്ളാന്റെ മുഖം കൊണ്ട് കറക്കും. ആയിഷ ബീവിക്ക് മനസ്സിലായി ആ ഗോതമ്പ് ഒറ്റക്ക് തിന്നാൻ പറ്റൂല. ഒരക്ഷരം സങ്കടം പറയാതെ റസൂല് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും കറി കിട്ടുമോ? ഒന്നുമില്ല റസൂലേ, ആകെയുള്ളൂ കുറച്ച് സുർക്കയാ, അത് മതി ആയിഷ. ആ സുർക്ക കൊണ്ടുവന്ന് ഗോതമ്പിലൊഴിച്ച് അതിങ്ങനെ സുർക്കയും കൂട്ടി കുഴച്ചു തിന്നുന്ന റസൂലുള്ളാന്റെ ആ നിസ്സഹായത കണ്ടപ്പോ ആയിഷ ബീവി അറിയാണ്ടങ്ങ് കരഞ്ഞു. ആയിഷ ബീവിന്റെ കരച്ചിൽ കണ്ട റസൂല് ഭക്ഷണം അവിടെ വെച്ച് ആയിഷാനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, ഈ കരയരുതിട്ടോ ആയിഷ, ഈ വിചാരിക്കണ്ട ഈ ഭക്ഷണം മോശാന്ന്, സുർക്ക നല്ല ടേസ്റ്റാ ഈ ഗോതമ്പിന് കൂട്ടിയിട്ട്. അറിയാതെ ചിരിക്കുന്ന ആയിഷ ബീവിന്റെ കൂടെ കിടക്കാൻ പോവുക അള്ളാന്റെ റസൂല്. അതാ മനുഷ്യരെ പ്രണയം, അതാ സ്നേഹം. അല്ലാണ്ട് സിനിമാക്കാരൻ പറഞ്ഞിരുന്ന അഭിനയല്ല പ്രണയം. കെട്ടിയ പെണ്ണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കണം. ഓക്കൊരു മനസ്സുണ്ട് എന്നറിയണം, അവൾക്കൊരു വാപ്പുണ്ട് എന്നറിയണം, അവൾക്ക് 1000 സ്വപ്നങ്ങൾ ഉണ്ട് എന്നറിയണം. അങ്ങനെ പെണ്ണിനെ മനസ്സിലാക്കി അഹ്സനുക്കും ലിനിസാഇക്കും, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും നല്ല ആണ്.